പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ കേൽക്കർ ഇന്ന് ചുമതലയേൽക്കും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവധി ദിനത്തിൽ തന്നെ ചുമതല ഏറ്റെടുക്കുന്നത്. അപർണയുണ്ട് വിവരങ്ങളുമായി. അപർണ, ഏതായാലും വിമർശനങ്ങളൊക്കെ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോഴും ഇന്ന് തന്നെ രത്തൻ കേൽക്കർ ചുമതല ഏൽക്കുമെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. എന്താണ് സംഭവിക്കുക? മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇന്ന് അവധി ദിവസമായ ഞായറാഴ്ചയായി കൂടിയിട്ട് ഇന്ന് ഡോക്ടർ രത്തൻ കേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഇന്ന് ചുമതല ഏൽക്കുന്നത്. പ്രതിപക്ഷം വളരെയേറെ വിമർശനങ്ങളാണ് ഈ അവസരത്തിൽ ഉന്നയിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ കേൽക്കറെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സെക്രട്ടറിയാക്കിയതിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വളരെയേറെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. CPM നേതാവ് P രാജീവ് അടക്കമുള്ള നേതാക്കൾ ഇതിനെതിരെ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. UDF-നെ ജയിപ്പിച്ചതിലുള്ള ഉപകാര സ്മരണയ്ക്കാണ് ഇത്തരത്തിൽ രത്തൻ കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചതെന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഈ നിയമനത്തിൽ രാഷ്ട്രീയമില്ലെന്നും കാര്യശേഷിയുള്ള ഉദ്യോഗസ്ഥനാണെന്നും അതുകൊണ്ടാണ് സെക്രട്ടറിയെ നിയമിച്ചതും എന്നുമാണ് മന്ത്രിയും KPCC പ്രസിഡന്റുമായ സണ്ണി ജോസഫ് പ്രതികരിച്ചിരുന്നത്. ഇതിന് മറ്റൊരു വശം എന്ന് പറയുന്നത് ബംഗാളിൽ ഇത്തരത്തിൽ BJP അധികാരത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ചീഫ് സെക്രട്ടറിയായും SIR നിരീക്ഷകനായിരുന്ന ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവാക്കി നിയമിച്ചതിനുമെതിരെ രാഹുൽ ഗാന്ധി കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. അതൊക്കെ തന്നെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു. അന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നത് മോഷണം കൂടുമ്പോൾ പ്രതിഫലവും അതിനനുസരിച്ച് കൂടുമെന്നായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി ബംഗാൾ വിഷയത്തിൽ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാന വിമർശനം എന്ന് പറയുന്നത് തന്നെ. ഈ വിമർശനം നിലനിൽക്കെയാണ് കേരളത്തിൽ ഇത്തരത്തിലൊരു നിയമനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയും പ്രതിപക്ഷം ഇതിനെ വളരെയേറെ ഉയർത്തിക്കാട്ടുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ട്. അതിനിടയിലാണ് ഇന്ന് രത്തൻ കേൽക്കർ ചുമതല ഏൽക്കുന്നത്. അവധി ദിവസമാണ്. എന്നിരുന്നാൽ കൂടി സെക്രട്ടറിയായി നിയമനം രത്തൻ കേൽക്കർ ഇന്ന് നിയമനം ഏറ്റെടുക്കുന്നതായിരിക്കും. മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഇന്ന് തന്നെ രത്തൻ കേൽക്കർ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ചുമതല ഏൽക്കുന്നത്. ശരി, അപർണയാണ് വിവരങ്ങൾ നൽകിയത്.